ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കുഞ്ഞു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും എസ്മോളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. മറ്റേത് നമ്മൾ മന്തിൻ്റെ ആകുമ്പോൾ ഒരുമിച്ചാണ് എല്ലാതും പർച്ചേസ് ചെയ്യൽ. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ല ചെറുതായിട്ട് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങനെ മേടിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. അത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ലുലു തന്നെയാണ് ഞങ്ങൾ അധികം പർച്ചേസ് ചെയ്യാറുള്ളത്. പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റിലൊന്നും ഞങ്ങൾ പോകാറില്ല, കാരണം ഇത് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്കും തന്നെ വന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ പിന്നെ അധികം ഇവിടെ തന്നെയാണ് മേടിക്കാറുള്ളത്. ഇതിവിടെ ഒമാനിലെ ബർക്ക ഭാഗത്തുള്ള ലുലു ആണ്. ഞങ്ങൾ ബർക്കയിലാണ് താമസിക്കുന്നത്. പിന്നെ എത്ര ചെറിയ പർച്ചേസിങ് ആണെങ്കിലും ഞാൻ ഈ വലിയ ട്രോളി തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. എന്നാലും അവളെ അതിലിരുത്താനും എനിക്ക് പറ്റുള്ളൂ, അപ്പോഴല്ലേ പർച്ചേസ് ചെയ്യാൻ കഴിയാറ്. മറ്റേത് അവളെ എടുത്തും കൊണ്ട് എനിക്ക് എന്തായാലും പർച്ചേസിങ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വലിയ ട്രോളി തന്നെയാണ് എപ്പോഴും എടുക്കാറുള്ളത്. പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഓഫറൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകും. ഓരോരോ ഓഫർ നോക്കിയപ്പോൾ അവിടെ ഒരു ക്രീം ബണ്ണ് ഓഫർ ഇട്ടിട്ടുണ്ട്. ക്രീം വാനില ഗുഡ്നെസ്സിൻ്റെ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് റൈസ് പൗഡറാണ് എടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. ഞാനധികം നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് കൊടുക്കുന്നത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് കരുതി. ഞാനധികം ഇവിടുന്ന് യൂസ് ചെയ്യാറുള്ളത് ഷാഹിൻ്റെ റൈസ് പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ആമീസിൻ്റെ പത്തിരിപ്പൊടി എടുക്കാറുണ്ട്. പിന്നെ നൂറ് ഗസലുണ്ട്, അങ്ങനെ ഓരോരോ ബ്രാൻഡുകളുണ്ട്. പക്ഷേ അധികം ഷാഹിൻ്റെയാണ് എടുക്കാറുള്ളത്. അതായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കങ്ങനെ ഫ്ലോപ്പ് ആവലൊന്നുമില്ല. അപ്പോൾ പിന്നെ അത് തന്നെ എടുക്കാറ്. അത് ഒരു 2 കിലോൻ്റെ പാക്കറ്റ് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് പൊടികളുണ്ട്. ഇതിൽ അജ്മി പൊട്ടുപൊടി ഞാൻ എപ്പോഴും എടുക്കാറുള്ളതാണ്. ഓൾറെഡി ഇപ്പോൾ അതുണ്ട് എൻ്റെ കയ്യിൽ, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ എടുക്കുന്നില്ല, അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആമീസ് പത്തിരിപ്പൊടി എടുക്കാറുണ്ട്. അത് നല്ല പത്തിരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് മേടിക്കുന്നതാണ് ഈ ഇഡ്ഡലിപ്പൊടി. എനിക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇഡ്ഡലിപ്പൊടി മേടിക്കാറുണ്ട്. ഓൾറെഡി മേടിച്ചത് ഉണ്ട് റൂമിൽ, അപ്പോൾ പിന്നെ ഇപ്പോൾ എടുക്കുന്നില്ല. പിന്നെ ഇനി എനിക്ക് ഫിഷ് എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. ഞാനിവിടെ നല്ല മത്തി കാണുമ്പോൾ ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ, കാരണം ഇവിടെ ഒമാൻ മത്തി തന്നെ നല്ല അടിപൊളി മത്തി കിട്ടാറുണ്ട്. അപ്പോൾ അത് മേടിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് അത് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അതെടുത്തു. പിന്നെ ഇവിടെ ഇങ്ങനെ ഫിഷ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ മേടിക്കാറുണ്ട്. പിന്നെ അങ്ങനെ വലിയ ഫിഷുകളൊക്കെ ഇവർ തന്നെ കട്ട് ചെയ്ത് ക്ലീനാക്കി തരും. പിന്നെ ഇനി കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സാണ് മേടിക്കാനുള്ളത്. ഇവിടെ മഷ്റൂമൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിൽ നല്ല ഓഫർ ഇട്ടിട്ടുണ്ടാകും. അതിങ്ങനെ ലുലുവിൻ്റെ ആപ്പ് വഴി ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ നമ്മൾ ലോഗിൻ ചെയ്താൽ നമുക്ക് ഈ ഓഫേഴ്സൊക്കെ കിട്ടും. അങ്ങനെ ഇപ്പോൾ ഈ സ്ട്രോബെറി ഒക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിടയ്ക്ക് സ്ട്രോബെറി മേടിക്കാറുണ്ട്. അങ്ങനെ സ്ട്രോബെറി ജ്യൂസ് മേടിക്കാനും പിന്നെ കുട്ടിക്കും നല്ലതല്ലേ കരുതി അങ്ങനെ മേടിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി കണ്ടപ്പോൾ എസ്മോൾക്ക് അത് ഇങ്ങോട്ട് കൈക്കൊക്കെ കിട്ടാനിട്ട് ഭയങ്കര കുറുമ്പായിരുന്നു. പിന്നെ അതെടുത്തിട്ട് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു. ഇനി എനിക്ക് മല്ലിച്ചപ്പാണ് എടുക്കാനുള്ളത്. അപ്പോൾ മല്ലിച്ചപ്പിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് മല്ലിച്ചപ്പ് തന്നെയാണ്. അപ്പോൾ പിന്നെ അതിനൊരു മല്ലിച്ചപ്പ് എടുത്തു. ഇനി ഇവിടെ നല്ല ബനാനക്ക് നല്ല ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എസമോക്ക് ബനാന മേടിക്കാറുണ്ട്. നാട്ടിലത്തെ നമ്മുടെ നേന്ത്രപ്പഴമില്ലേ, അപ്പോൾ അത് മേടിക്കാറുണ്ട്. അതിവിടെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓഫർ ഇല്ലെങ്കിലും ഇടയ്ക്ക് മേടിക്കാറുണ്ട് കേട്ടോ, കാരണം എസമോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് എടുക്കാമെന്ന് കരുതി. അപ്പോൾ നല്ലത് നോക്കി എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നല്ലത് നോക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഒരു 3-4 ഞാൻ എടുത്തു. അങ്ങനെ 3-4 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ആപ്പിൾ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. നല്ല ആപ്പിൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഏറ്റവും നല്ലത് നോക്കിയാണ്ട് 2-3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓരോ ആപ്പിൾ ഇങ്ങനെ ഓഫർ ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓഫർ നോക്കിയിട്ടാണ് ഞാൻ അധികം എടുക്കാറ്. പിന്നെ ഇവിടെ പൊട്ടാറ്റോ ഒക്കെ ഓഫർ ഇട്ടിട്ടുണ്ട്. ഒരു സ്മോൾ ബാഗിന് 690 പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് വെളുത്തുള്ളിയാണ് മേടിക്കാനുള്ളത്. അപ്പോൾ അതൊരു 2-3 എടുത്തിട്ടുണ്ട്. ഞാൻ പാലിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോണത്. പാലിൻ്റെ എന്തായാലും ആവശ്യമുള്ളതാണ്. അപ്പോൾ പിന്നെ അതെടുക്കാമെന്ന് കരുതി. ഇങ്ങനെ ജ്യൂസ് അടിക്കാനൊക്കെ ഞാൻ അധികം ഫ്രഷ് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ എഗ്ഗൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എഗ്ഗൊക്കെ ഇങ്ങനെ മന്തിൻ്റെ ഇതേപോലെ വലിയ ട്രേ എടുക്കലാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറിയ പർച്ചേസിങ്ങിലൊന്നും അങ്ങനെ എഗ്ഗ് മേടിക്കാറില്ല. പാല് ഞാൻ അൽമറായോ അല്ലെങ്കിൽ അൽറവാബിയൊക്കെയാണ് എടുക്കാറുള്ളത്. അല്ലെങ്കിൽ മസൂൺ, അങ്ങനെ പല ബ്രാൻഡുകളും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ മസൂൺ എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ എന്ത് സാധനം എടുക്കുമ്പോഴും ഏറ്റവും ബാക്കത്തെ ആയിട്ട് എടുക്കാറുള്ളത്. ഫ്രണ്ടിൽ വെച്ചതൊക്കെ അത്യാവശ്യം നിയർ ബൈ എക്സ്പയർ ആയിരിക്കും. അപ്പോൾ പിന്നെ ബാക്കത്തെ ആവുമ്പോൾ കുറച്ചുകൂടി ഡേറ്റ് മുന്നോട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ബാക്കത്തെയാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ പാലൊക്കെ അങ്ങനെ തന്നെ എടുക്കാറുള്ളത്. അപ്പോൾ ഒരു പാല് മസൂണിൻ്റെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതവിടെ 7 ഡേയ്സിൻ്റെ കേക്കുകളുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ പലതരം ഫ്ലേവറിലുണ്ട് ഇത്. അപ്പോൾ ഐസ്കുട്ടി ഇത് കണ്ടിട്ട് ഹായ് ഹായ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ ചോക്ലേറ്റ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ള കാണുന്നതിനൊക്കെ ഹായ് ഹായ് എന്ന് പറയും. അപ്പം ഞാനിതിൽ നിന്ന് ഒരു 3 ഫ്ലേവർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാണ് കേട്ടോ ഇത്, നൂഡിൽസിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എല്ലാ നൂഡിൽസും അങ്ങനെ ഇഷ്ടമല്ല. അതിൽ ഇൻഡോമി നൂഡിൽസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിൻ്റെ ഈ 2 കളറാട്ടോ എനിക്കിഷ്ടമുള്ള, ഓറഞ്ചും യെല്ലോയും കളറാണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ആയി. അപ്പം ഇങ്ങനെ വെറുതെ അങ്ങനെ കറങ്ങാമെന്ന് കരുതി ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കി. കിഡ്സിൻ്റെയും അതേപോലെ ലേഡീസിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കി. അങ്ങനെ കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ബില്ലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.